ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ എസ് ബ്ലോക്ക് എലിമെൻറ്റ്സ് എന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എസ് ബ്ലോക്ക് എലിമെൻറ്റ്സിൽ ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് എലമെൻസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൽ ഫോക്കസ് പോയിന്റിൽ വരുന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫോക്കസ് പോയിന്റിൽ സെക്കൻഡ് ഗ്രൂപ്പിൽ കാൽഷ്യത്തിൻ്റെ പ്രധാനപ്പെട്ട കോമ്പൗണ്ടുകളെ കുറിച്ച് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. സോ വി ആർ ഡിസ്കസിങ് അബൌട്ട് the important compounds of calcium. So the important compounds of calcium are number 1, calcium oxide. The calcium oxide common name is known as quicklime. Is known as quicklime. Calcium, then number 2, calcium hydroxide. It is known as slaked lime. Calcium hydroxide is known as slaked lime എന്നാണ് പറയുന്നത്. Number 3, calcium carbonate. It is known as limestone. Calcium carbonate is limestone. Number 4, CaSO4 half H2O. It is known as plaster of Paris. Plaster of Paris. അപ്പോൾ നമുക്ക് കാൽഷ്യത്തിൻ്റെ ഈ 4 കോമ്പൗണ്ടുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഈ 4 കോമ്പൗണ്ടുകൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, യൂസസ് എന്തൊക്കെയാണ് എന്നാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ അതർ നെയിം, കോമൺ നെയിം നന്നായിട്ട് പഠിച്ചു വെക്കണം. ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. മാച്ച് ദ കോളം, എയും ബിയും തന്നിട്ട് ഇത് മാച്ച് ചെയ്യാൻ പറയും. അപ്പോൾ നന്നായിട്ട് ഇത് പഠിച്ചു വയ്ക്കാം. സോ നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ നമ്പർ 1, calcium oxide. So calcium oxide is known as quicklime. So calcium oxide common name ആണ് quicklime എന്ന് പറയുന്നത്. So how we can prepare calcium oxide? So it is prepared from calcium carbonate. കാൽഷ്യം കാർബണേറ്റിനെ ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കാൽഷ്യം ഓക്സൈഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഹൈ ടെമ്പറേച്ചർ കൊടുത്തിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. സോ കാൽഷ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ മിക്സറിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ ഉടനെ മാറ്റണം. അപ്പോൾ നമ്മൾ ഫോർവേഡ് റിയാക്ഷൻ ഫേവറബിൾ ആകും. അങ്ങനെയാണ് നമ്മൾ കാൽഷ്യം ഓക്സൈഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഈ കാൽഷ്യം ഓക്സൈഡ് ഒരു അമോർഫസ് സോളിഡ് ആണ്. അതിന് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. 2870 കെൽവിനാണ് അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ്. അപ്പോൾ നിങ്ങൾ എഴുതി വെക്കണം. ഫിസിക്കൽ പ്രോപ്പർട്ടി നമ്പർ 1 അമോർഫസ് സോളിഡ്, നമ്പർ 2 ഇറ്റ് ഹാസ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് എന്നെഴുതാം. ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസിൽ അത് കെമിക്കൽസുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളതാണ്. ഈ കാൽഷ്യം ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിലെ വാട്ടറുമായി കമ്പൈൻ ചെയ്ത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യാറുണ്ട്, സ്ലേക്കഡ് ലൈം ഫോം ചെയ്യാറുണ്ട്. അപ്പോൾ ക്യുക്ക് ലൈമിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലേക്കഡ് ലൈം ഉണ്ടാവാറുണ്ട്. നമ്മൾ ഈ പ്രോസസ്സിനെയാണ് സ്ലേക്കിംഗ് ഓഫ് ലൈം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നീറ്റു കക്കയിലേക്ക് വെള്ളമൊഴിക്കുന്ന പ്രോസസ്സാണ്. അതൊരു എക്സോതെർമിക് റിയാക്ഷനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് റിയാക്ഷനെ പറ്റിയിട്ട്. സോ കാൽഷ്യം ഓക്സൈഡ് പ്ലസ് വാട്ടർ ഗീവ്സ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, ഫസ്റ്റ് കെമിക്കൽ പ്രോപ്പർട്ടി. സെക്കൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി, കാൽഷ്യം ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡുമായി കമ്പൈൻ ചെയ്ത് കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാവാറുണ്ട്. സെയിം റിയാക്ഷൻസ്, ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇവിടുത്തെ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. അപ്പോൾ കാൽഷ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗീവ്സ് കാൽഷ്യം കാർബണേറ്റ്. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ഈ കാൽഷ്യം ഓക്സൈഡ്. നോക്കൂ, മെറ്റൽ ഓക്സൈഡാണ് അല്ലേ. അപ്പോൾ ഈ മെറ്റൽ ഓക്സൈഡ് ആവുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി എന്താണ് നിങ്ങൾക്കറിയാം. മെറ്റൽ ഓക്സൈഡ് എപ്പോഴും ബേസിക് ആയിരിക്കും, നോൺ മെറ്റൽ ഓക്സൈഡ് എപ്പോഴും അസിഡിക് ആയിരിക്കും എന്ന് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. ഇതൊരു മെറ്റൽ ഓക്സൈഡ് ആണ്. അപ്പോൾ എന്തായിരിക്കും പ്രോപ്പർട്ടി വരിക? മെറ്റൽ ഓക്സൈഡ്സ് ആർ ബേസിക് ആണ്. സോ കാൽഷ്യം ഓക്സൈഡ് ബേസിക് ആണ്. അതുകൊണ്ട് തന്നെ അത് സിലിക്കയുമായി കമ്പൈൻ ചെയ്യാൻ, സിലിക്ക SI എന്ന് പറഞ്ഞാൽ നോൺ മെറ്റൽ ആണ്. അപ്പോൾ SiO2 പ്രോപ്പർട്ടി എന്തായിരിക്കും? അസിഡിക് ആണ് അല്ലേ. അപ്പോൾ നോക്കൂ, ഇത് അസിഡിക് പ്രോപ്പർട്ടി, ഇത് ബേസിക് പ്രോപ്പർട്ടി ഉള്ളതാണ്. അപ്പോൾ എന്തായാലും കിട്ടുക? വി ഗെറ്റ് കാൽഷ്യം സിലിക്കേറ്റ് കിട്ടുന്നു. CaSiO3 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇതേപോലെ ഇത് കാൽഷ്യം ഓക്സൈഡ്
കാൽഷ്യം ഓക്സൈഡ് P4O10 റിയാക്ട് ചെയ്യുന്നു. കാൽഷ്യം ഓക്സൈഡ് റിയാക്ട് വിത്ത് P4O10. എന്തുകൊണ്ട്? ഈ റിയാക്ഷൻ്റെ പ്രത്യേകത എന്താ? നോക്കൂ, കാൽഷ്യം ഓക്സൈഡ് എന്താ പ്രോപ്പർട്ടി? കാൽഷ്യം ഒരു മെറ്റലാണ്. മെറ്റൽ ഓക്സൈഡ് പ്രോപ്പർട്ടി ബേസിക് ആണ്. നോക്കൂ, P4O10 എന്ന് പറഞ്ഞ ഫോസ്ഫറസ് നോൺ മെറ്റലാണ്. നോൺ മെറ്റൽ ഓക്സൈഡിന്റെ പ്രോപ്പർട്ടി എന്തായിരിക്കും? അസിഡിക് ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ അതേപോലത്തെ റിയാക്ഷനാണ്. അപ്പോൾ എന്താ കിട്ടുക നമുക്ക്? കാൽഷ്യം ഫോസ്ഫേറ്റ് കിട്ടും, Ca3PO4 ട്വൈസ്. അപ്പോൾ അത് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും, ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ കാൽഷ്യം ഓക്സൈഡ് പ്ലസ് P4O10 ഗിവ്സ് കാൽഷ്യം ഫോസ്ഫേറ്റ്. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് വരുന്നത്. ഇനി നമുക്കിത് എന്തൊക്കെയാണ് ഇതിൻ്റെ യൂസസ് എന്ന് പറയണം. ഇത് മാനുഫാക്ചറിങ് ഓഫ് സിമെൻറ്റിന് നമ്പർ 1 ഇറ്റ് യൂസ് ഫോർ മാനുഫാക്ചറിങ് ഓഫ് സിമെൻറ്റ്. സിമെൻറ്റ് നിർമ്മിക്കാൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോമ്പൗണ്ടാണ്. അപ്പോൾ കാൽഷ്യം ഓക്സൈഡ് സിമെൻറ്റിൻ്റെ പ്രിപ്പറേഷൻ, നിങ്ങൾക്കറിയാം സിമെൻറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ സിമെൻറ്റ് ഉണ്ടാക്കണമെങ്കിൽ കാൽഷ്യം ഓക്സൈഡ് നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു സോഡിയം കാർബണേറ്റ് അല്ലേ? ആ സോഡിയം കാർബണേറ്റ് ഉണ്ടാക്കണമെങ്കിലും നമ്മൾ കാൽഷ്യം ഓക്സൈഡ് ഉപയോഗിക്കാറുണ്ട്. അത് കാൽഷ്യം കാസ്റ്റിക് സോഡയിൽ നിന്നും, നമ്മൾ ഇന്നലെ പഠിച്ച മെത്തേഡല്ല, കാസ്റ്റിക് സോഡയിൽ നിന്നും സോഡിയം കാർബണേറ്റ് ഉണ്ടാക്കാൻ നമ്മൾ കാൽഷ്യം ഓക്സൈഡ് ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ പ്യൂരിഫിക്കേഷൻ ഓഫ് ഷുഗർ നമ്മളത് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഡൈ സ്റ്റഫൊക്കെ മാനുഫാക്ചർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോമ്പൗണ്ടാണ്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കും പ്യൂരിഫിക്കേഷൻ ഓഫ് ഷുഗറിന് ഉപയോഗിക്കുന്ന കാൽഷ്യം കോമ്പൗണ്ട് ഏതാ ചോദിച്ചാൽ നമ്മൾ പറയണം കാൽഷ്യം ഓക്സൈഡ്. സോ ഇമ്പോർട്ടൻറ്റ് യൂസസ് ആർ, പിന്നെ സിമെൻറ്റ് ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നു, സോഡിയം കാർബണേറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ സിമെൻറ്റ് പ്രിപ്പറേഷന് ഉപയോഗിക്കുന്നുണ്ട്, സിമെൻറ്റ് പ്യൂരിഫൈ ഷുഗർ പ്യൂരിഫൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോമ്പൗണ്ടാണ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് കാൽഷ്യം ഓക്സൈഡിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് കോമ്പൗണ്ട് ഈസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. സോ വാട്ട് ഈസ് എ കമേഴ്സ്യൽ നെയിം അല്ലെങ്കിൽ കോമൺ നെയിം ഓഫ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഇസ് നോൺ ആസ് സ്ലേക്കർ ലൈം. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഇസ് നോൺ ആസ് സ്ലേക്കർ ലൈം. ഓക്കെ, അപ്പോൾ സ്ലേക്കർ ലൈമിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്? നമുക്ക് സ്ലേക്കർ ലൈം ഉണ്ടാക്കുക നമുക്കറിയാം. കാൽഷ്യം ഓക്സൈഡ് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കാൽഷ്യം ഓക്സൈഡ് പ്ലസ് വാട്ടർ ഗീവ്സ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് നമുക്കറിയാം. ഇനി അതിൻ്റെ പ്രോപ്പർട്ടി ഇറ്റ് ഈസ് വൈറ്റ് അമോർഫസ് പൗഡറാണ്. നല്ല പൗഡേർഡ് ഫോമിലാണ് ഇത് കാണുന്നത്. നമ്പർ 2 ഇറ്റ് ഈസ് സ്പാരിംഗ്ലി സോളുബിൾ ഇൻ വാട്ടർ. നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് സോളുബിൾ ആവുന്ന ഒരു സാധനമല്ല നമ്മളുടെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. നോക്കൂ, അതിൽ നമ്മളിപ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഭാഗം നന്നായി സോളുബിളായി കിടക്കുന്ന ഭാഗം ഇത് ഇങ്ങനെ ഉണ്ടാവും. അടിയിൽ കുറച്ച് വൈറ്റ് കളറിലുണ്ടായിരിക്കും, മുകളിൽ പ്യുവർ പച്ചവെള്ളം പോലെ ഉണ്ടാവുന്നൊരു ഭാഗം ഉണ്ടാവും, താഴെ പാൽ നിറമായിട്ടുള്ള ഭാഗം ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ദ അക്യൂസ് സൊല്യൂഷൻ ഈസ് നോൺ ആസ് ലൈം വാട്ടർ. ശ്രദ്ധിക്കണേ, aqueous solution of calcium hydroxide is known as lime water. And നോക്കൂ, ഇത് and a suspension of slaker lime is known as milk of lime. നമ്മൾ ഇതിനെ സസ്പെൻഷൻ ഓഫ് സ്ലേക്കർ ലൈം ഇൻ വാട്ടർ ഇസ് നോൺ ആസ് മിൽക്ക് ഓഫ് ലൈം. അപ്പോൾ ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ സ്പാരിംഗ്ലി സോളുബിൾ ഇൻ വാട്ടർ ആണ്. അത് കംപ്ലീറ്റ് ആയിട്ട് ലയിക്കുന്ന ആ ഭാഗത്തിന് നമ്മൾ പറയുന്ന പേര് ലൈം വാട്ടർ എന്നാണ്. സ്പാരിംഗ്ലി സോളുബിൾ ആയ ഭാഗത്തെ പറയുന്ന പേരാണ് മിൽക്ക് ഓഫ് ലൈം എന്ന് പറയുന്നത്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്താണ് മിൽക്ക് ഓഫ് ലൈം, എന്താണ് ലൈം വാട്ടർ? അത് ശ്രദ്ധിക്കാം. ഇത്രയുമാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ പറയുന്നത്. പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കെമിക്കൽ പ്രോപ്പർട്ടി, കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുന്നു. എന്താ ഒബ്സർവേഷൻ ഉണ്ടാവുക? നമ്മൾ പഠിച്ചിട്ടുണ്ട്, കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുമ്പോൾ അത്
മിൽക്കി അപ്പിയറൻസ് ഉണ്ടാവുന്നു. എന്താ കാരണം? ഡ്യൂ ടു ഫോർമേഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റ് അല്ലേ? കാൽഷ്യം കാർബണേറ്റ് സൊല്യൂഷനായിട്ട് മാറുന്നുണ്ട്. നമുക്കറിയാം കാൽഷ്യം കാർബണേറ്റ് വെള്ളത്തിൽ ലയിക്കുന്നില്ല. അപ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് കളർ അവിടെ ഫോം ചെയ്യുന്നുണ്ട്, പിന്നെ പാൽ നിറമാകുന്നുണ്ട് സൊല്യൂഷൻ. ഈ വീണ്ടും നമ്മൾ കാൽഷ്യം കാർബണേറ്റിലേക്ക് കാൽഷ്യം കാർബണേറ്റ് സൊല്യൂഷനിലേക്ക് വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ സൊല്യൂഷനായിട്ട് മാറുന്നു ഡ്യൂ ടു ഫോർമേഷൻ ഓഫ് കാൽഷ്യം ബൈകാർബണേറ്റ്. ശ്രദ്ധിക്കണേ, ഇന്നലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഏതൊരു കാർബണേറ്റിലേക്ക് വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബൈകാർബണേറ്റുകളാണ് ഫോം ചെയ്യുക എന്നുള്ളത് ഒരു കോമൺ ആയിട്ട് മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ കാൽഷ്യം കാർബണേറ്റിലേക്ക് വീണ്ടും നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്തു, അപ്പോൾ കാൽഷ്യം ബൈകാർബണേറ്റിൻ്റെ ക്ലിയർ സൊല്യൂഷൻ എന്ന് പണ്ട് നിങ്ങൾ പഠിച്ചതാണ്. കാൽഷ്യം ബൈകാർബണേറ്റ് കിട്ടുന്നു, മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി ഇത് അടുത്ത റിയാക്ഷൻ. അപ്പോൾ ഒന്നാമത്തെ റിയാക്ഷൻ പഠിച്ചു, റിയാക്ഷൻ വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ്. നമ്പർ 2 റിയാക്ഷൻ വിത്ത് ക്ലോറിൻ. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ക്ലോറിനുമായി റിയാക്ട് ചെയ്യാറുണ്ട്. സോ വി ഗെറ്റ് കാൽഷ്യം ക്ലോറൈഡ് പ്ലസ് കാൽഷ്യം ഓക്സി chloride is obtained. So we get calcium chloride and calcium oxychloride is obtained. This is known as നോക്കൂ, കാൽഷ്യം ഓക്സിക്ലോറൈഡിനെ പറയുന്ന പേരാണ് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത്. സോ ദിസ് കാൽഷ്യം ഓക്സിക്ലോറൈഡ് ഇസ് നോൺ ആസ് ബ്ലീച്ചിങ് പൗഡർ. സോ ഹൗ യു ക്യാൻ പ്രിപ്പയർ ബ്ലീച്ചിങ് പൗഡർ ചോദിച്ചാൽ ക്ലോറിൻ കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക് പാസ് ചെയ്തിട്ടാണ് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ പ്രിപ്പയർ ചെയ്യുന്നത്. വൺ ഓഫ് ദി മെയിൻ യൂസ് ഓഫ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ നമ്മൾ ബ്ലീച്ചിങ് പൗഡർ എന്തിനാണ് ഉപയോഗിക്കുക നമുക്കറിയാം. ഈ ബ്ലീച്ചിങ് പൗഡർ പ്രിപ്പയർ ചെയ്യുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡിൽ നിന്നാണ്. ഇത്രയുമാണ് കെമിക്കൽ പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞത് റിയാക്ഷൻ വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ്, നമ്പർ 2 റിയാക്ഷൻ വിത്ത് ക്ലോറിൻ. ക്ലിയർ, സിമ്പിളാണ്. ഇത് നോക്കൂ, എന്തൊക്കെയാണ് ഇതിൻ്റെ യൂസസ്. നമ്മൾ ഇതിന് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ബിൽഡിംഗ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്പർ 2 വൈറ്റ് വാഷ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോമ്പൗണ്ടാണ്. പിന്നെ ഗ്ലാസ് ഇൻഡസ്ട്രീസിൽ, ടാനിങ് ഇൻഡസ്ട്രി, തുകൽ വ്യവസായത്തിലൊക്കെ നമ്മൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കാറുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. So next important compound of calcium is calcium carbonate. The another name is limestone. നമുക്ക് ലൈംസ്റ്റോണിനെ പറ്റി കൃത്യമായിട്ട് അറിയാം. കാൽഷ്യം കാർബണേറ്റ്, മാർബിൾ എന്നൊക്കെ അറിയപ്പെടുന്നത് അല്ലേ. അപ്പം മാർബിൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ മോണുമെൻ്റായ താജ്മഹലാണ്. അപ്പോൾ കാൽഷ്യം കാർബണേറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് യൂസ് എന്താ ചോദിച്ചാൽ നമുക്കറിയാം, ബിൽഡിംഗ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കോമ്പൗണ്ടാണ് കാൽഷ്യം കാർബണേറ്റ്. എങ്ങനെയാണ് കാൽഷ്യം കാർബണേറ്റ് ലാബിൽ പ്രിപ്പയർ ചെയ്യുന്നത്? സോ കാൽഷ്യം ഓക്സൈഡിലേക്ക് നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്താൽ കാൽഷ്യം കാർബണേറ്റ് കിട്ടും. അല്ലെങ്കിൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്താലും കാൽഷ്യം കാർബണേറ്റ് പ്ലസ് വാട്ടർ കിട്ടുന്നുണ്ട്. നമ്മൾ 2 റിയാക്ഷനും ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഇതിൻ്റെ പ്രോപ്പർട്ടി നോക്കൂ, നല്ല ഫൈൻലി പൗഡറാണ്, വൈറ്റ് പൗഡറാണ്. ഇറ്റ് ഈസ് ഇൻസോളബിൾ ഇൻ വാട്ടർ. വാട്ടറിൽ സോളബിലിറ്റി വളരെ കുറവാണ്, സോളബിൾ ആവുന്നില്ല വാട്ടറിൽ. പിന്നെ നോക്കൂ, ആക്ഷൻ ഓഫ് ഹീറ്റ് നമ്മൾ പഠിച്ച റിയാക്ഷനാണ്. കാൽഷ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നത്? കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ആക്ഷൻ ഓഫ് ആസിഡ്, നമ്മൾ കാൽഷ്യം കാർബണേറ്റിലേക്ക് HCl ആഡ് ചെയ്യുന്ന സമയത്ത് കാൽഷ്യം ഓക്സൈഡും വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ഫോം ചെയ്യുന്നു. അപ്പോൾ നോക്കൂ, ഈ കാൽഷ്യം ക്ലോറൈഡും വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ഫോം ചെയ്യുന്നു. നമ്മൾ ഈ റിയാക്ഷൻ ലാബിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒബ്സർവേഷൻ ബ്രിസ്ക് എഫർവസൻസ് ഫോംഡ് എന്നുള്ളതാണ്. നമ്മൾ കാൽഷ്യം കാർബണേറ്റ് ടെസ്റ്റ് ട്യൂബിൽ എടുത്തു, അതിലേക്ക് HCl ആഡ് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ആ ടെസ്റ്റ് ട്യൂബ് നിറയെ അതിൻ്റെ ബബിൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ബ്രിസ്ക് എഫർവസൻസ് ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പം കാൽഷ്യം കാർബണേറ്റ് പ്ലസ് HCl ഗീവ്സ് കാൽഷ്യം ക്ലോറൈഡ് പ്ലസ് വാട്ടർ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. ഇനി നോക്കൂ, ഇതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു ബിൽഡിംഗ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്പർ 2, നമ്മൾ ഈ കാൽഷ്യം കാർബണേറ്റ് മെഗ്നീഷ്യവുമായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ മെറ്റലിൻ്റെ എക്സ്ട്രാക്ഷനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോമ്പൗണ്ടാണ്.
പിന്നെ നമ്മൾ ഫൈൽ പേപ്പർ, നല്ല ഹൈ ക്വാളിറ്റി പേപ്പർ ഉണ്ടാക്കാൻ കാൽഷ്യം കാർബണേറ്റ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ കാൽഷ്യം കാർബണേറ്റ് അൻറ്റാസിഡ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ടൂത്ത് പേസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കാൽഷ്യം കാർബണേറ്റ്. പിന്നെ കോസ്മെറ്റിക്സ്, നമ്മൾ അത് ഫൈൻ പൗഡർ ആയതുകൊണ്ട് നമ്മൾ മേക്കപ്പിന് ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ ഫൈൻ പൗഡറാണ്. അപ്പോൾ നമ്മൾ മേക്കപ്പിന് നമ്മുടെ മുഖത്ത് ഫിനിഷിങ് കിട്ടാൻ വേണ്ടി നമ്മൾ ഫില്ലറായിട്ട് കാൽഷ്യം കാർബണേറ്റ് ഉപയോഗിക്കാറുണ്ട്. ഇത്രയും യൂസസ് ആണ് കാൽഷ്യം കാർബണേറ്റിനുള്ളത്. ഓക്കെ. So next compound of calcium is CaSO4 half H2O. It is known as plaster of Paris. പാരീസിലാണ് ഇത് ആദ്യമായി ഉണ്ടാക്കിയത്. നമ്മൾ അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നാണ് അറിയപ്പെടുന്നത്. സോ ഹൗ യു ക്യാൻ പ്രിപ്പയർ പ്ലാസ്റ്റർ ഓഫ് പാരീസ്? സോ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വാസ് പ്രിപ്പയർഡ് ഫ്രം ദിസ് കോമ്പൗണ്ട്, അത് CaSO4 2H2O. ഇറ്റ് ഇസ് നോൺ ആസ്, എന്താ അതിൻ്റെ പേര്? ഇറ്റ് ഇസ് നോൺ ആസ് ജിപ്സം. സോ നമ്മൾ ജിപ്സത്തിൽ നിന്നാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് പ്രിപ്പയർ ചെയ്യുന്നത്. ജിപ്സത്തിനെ നമ്മൾ 393 കെൽവിനിൽ ഹീറ്റ് ചെയ്യുക. ടെമ്പറേച്ചർ ശ്രദ്ധിച്ചോളണം, 393, ഓർമ്മിക്കാൻ എളുപ്പമാണ് അല്ലേ. 393 കെൽവിനിൽ ഹീറ്റ് ചെയ്യുമ്പോൾ CaSO4 half H2O, 1:1/2 റേഷ്യോ അല്ല, ഒരു CaSO4ന് ഹാഫ് മോളിക്യൂൾ ഓഫ് വാട്ടർ. CaSO4 half H2O plus 1.5 H2O ലിബറേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിനെ വീണ്ടും ഹീറ്റ് ചെയ്യുന്നു. CaSO4 half H2O 393 കെൽവിനേക്കാൾ ഹയർ ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കം വെറും CaSO4 ആയിട്ട് മാറുന്നു. അൺഹൈഡ്രസ് കാൽഷ്യം സൾഫേറ്റ്. നമ്മൾ അൺഹൈഡ്രസ് കാൽഷ്യം സൾഫേറ്റിനെ ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ എന്നാണ് പറയുന്നത്. ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ. അപ്പം 3 വാക്കുകൾ നോക്ക്: പ്ലാസ്റ്റർ ഓഫ് പാരീസ്, ജിപ്സം, ഡെഡ് ബേൺ പ്ലാസ്റ്റർ. ആദ്യം ജിപ്സം ഓർമ്മിച്ച് വയ്ക്കാം. CaSO4 2H2O as ജിപ്സം, CaSO4 half H2O as പ്ലാസ്റ്റർ ഓഫ് പാരീസ്. വെറും CaSO4 ആണെങ്കിൽ നമ്മളതിനെ ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ. 393 കെൽവിനിൽ എബവ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെഡ് ബേൺ പ്ലാസ്റ്റർ. സോ വാട്ട് ഈസ് ഡെഡ് ബേൺ പ്ലാസ്റ്റർ? ഇറ്റ് ഈസ് അൺഹൈഡ്രസ് കാൽഷ്യം സൾഫേറ്റ്. ഇത് ഫൈനൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ അൺഹൈഡ്രസ് കാൽഷ്യം സൾഫേറ്റ് ഇസ് നോൺ ആസ് ഡെഡ് ബേൺ പ്ലാസ്റ്റർ. നോക്കൂ, ഇതിൻ്റെ പ്രോപ്പർട്ടിയാണ്. എന്താണ് പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, ഇതിനൊരു റിമാർക്കബിൾ പ്രോപ്പർട്ടി ഉണ്ട്. ദാറ്റ് ഈസ് സെറ്റിംഗ് വിത്ത് വാട്ടർ. നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞ് ഒരു 5 to 15 മിനിറ്റിന് ഉള്ളിൽ തന്നെ അത് സെറ്റായിട്ട് ഹാർഡ് മാസ്സായിട്ട് മാറുന്നുണ്ട്. അതൊരു റിമാർക്കബിൾ പ്രോപ്പർട്ടി ഓഫ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിനെ പല യൂസസ് ഉണ്ട്. അതിന് നല്ല ഹാർഡായി വെള്ളമൊഴിച്ച് കഴിഞ്ഞ് ഒരു 5 to 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒരു ഹാർഡ് മാസ് ആവും എന്നുള്ളത് കൊണ്ട്, വോള്യൂം ഇൻക്രീസ് ചെയ്ത് ഹാർഡ് മാസ് ആവും എന്നുള്ളത് കൊണ്ട് നമ്മളതിനെ പല യൂസസിന് ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾക്കറിയാം പ്ലാസ്റ്റർ ഓഫ് പാരീസ് അല്ലേ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ജിപ്സം വർക്ക് ചെയ്ത ബിൽഡിങ്സ് ഒക്കെ കാണാറുണ്ട്. അപ്പോൾ ബിൽഡിംഗ് ഇൻഡസ്ട്രിയിൽ നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു കോമ്പൗണ്ടാണ്. പിന്നെ നമ്പർ 2, പിന്നെ എന്തിനാണ് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിക്കാം? നമ്മുടെ എല്ലൊക്കെ പൊട്ടി കഴിഞ്ഞാൽ ഇമൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അഫക്റ്റഡ് പാർട്ട് ഓഫ് ഓർഗൻ നമ്മൾ എന്താ പറയുക, എല്ലൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് നിങ്ങൾക്കറിയാം പ്ലാസ്റ്റർ ഇടാറുണ്ട്. അതിന് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ പല്ല് കെട്ടുമ്പോഴൊക്കെ, പല്ല് ഡെൻറ്റിസ്ട്രിയിലൊക്കെ നമ്മൾ ഒരുപാട് ഉപയോഗിക്കാറുണ്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഓർണമെൻറ്റ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ മനോഹരമായ സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിക്കാറുണ്ട്. കാരണം സ്റ്റാച്യൂസൊക്കെ അച്ചിൽ ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അത് ഹാർഡാവും. ഒപ്പം തന്നെ വോള്യൂം കുറച്ച് ഇൻക്രീസ് ചെയ്ത് കറക്റ്റ് നമുക്ക് ഷേപ്പിൽ കിട്ടാറുണ്ട്. അതുകൊണ്ട് സ്റ്റാച്യൂസൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് ഉപയോഗിക്കുന്നത്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വളരെ ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻ്റ് ആയൊരു കോമ്പൗണ്ടാണ്. വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് സിമൻറ്റ് അല്ലേ. അപ്പോൾ സിമൻറ്റ് എസ് ബ്ലോക്ക് എലിമെൻറ്റ് പഠിച്ചപ്പോൾ നമ്മൾ സിമൻറ്റ് പഠിക്കുന്നത്. അപ്പോൾ അത് നമുക്കറിയാം, എസ് ബ്ലോക്കിൽ ആൽക്കൈൻ എർത്ത് മെറ്റലിൽ ഏതോ ഒരു എലമെൻറ്റാണ് സിമൻറ്റിലെ പ്രധാനപ്പെട്ട ഒരു എലമെൻറ്റ് നമുക്ക് മനസ്സിലായി. അത് കാൽഷ്യമാണ്.
അപ്പോൾ സിമൻറ്റ് ആദ്യമായി നമ്മളെ ഇൻഡസ്ട്രി നമുക്കറിയാം, നിങ്ങൾ ഹിസ്റ്ററി പഠിച്ചപ്പോൾ നിങ്ങൾക്കറിയാം പണ്ടത്തെ വീടുകളും പിന്നെ ഉണ്ടായ പുരോഗതി നമുക്ക് നോക്കുമ്പോൾ 1824 ശേഷമാണ് ഇത്രയും സിമൻറ്റ് കൊണ്ടുണ്ടാക്കിയ വലിയ വലിയ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ വീടുകളൊക്കെ ഉണ്ടായത്. അപ്പോൾ ആദ്യമായി സിമൻറ്റ് കണ്ടെത്തിയത് ജോസഫ് ആസ്പിഡിൻ ആയിരുന്നു. അദ്ദേഹം 1824 ജോസഫ് ആസ്പിഡിൻ സിമൻറ്റ് കണ്ടെത്തിയത്. ആ സിമൻറ്റിനെ അന്ന് പോർട്ട്ലാൻഡ് സിമൻറ്റ് എന്നാണ് പറയുന്നത്. പോർട്ട്ലാൻഡിൽ ഉണ്ടായിരുന്ന വളരെ പ്രകൃതിയിൽ കാണപ്പെട്ടിരുന്ന ലൈം സ്റ്റോണുമായി വളരെയധികം സിമിലാരിറ്റി കാണിച്ചത് കൊണ്ടാണ് നമ്മൾ ആ സിമൻറ്റിനെ പോർട്ട്ലാൻഡ് സിമൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ഈ സിമൻറ്റ് എന്ന് പറഞ്ഞാൽ റിച്ച് ഇൻ ലൈം നല്ലോണം ലൈം ഉണ്ട്, കാൽഷ്യം ഓക്സൈഡ് നന്നായിട്ടുണ്ടായിരിക്കും. പ്ലസ് ക്ലേ ആണ്. ക്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മുടെ മണ്ണ് അല്ലേ, അതിൽ സിലിക്ക ഉണ്ടായിരിക്കും, പിന്നെ ഓക്സൈഡ്സ് ഓഫ് അലുമിനിയം, അയേൺ, മെഗ്നീഷ്യം. അപ്പോൾ നമ്മൾ ക്ലേയും അതുപോലെ ലൈമിൻ്റെയും ഒരു മിക്സ്ചറാണ് സിമൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കണം എങ്ങനെയാണ് സിമൻറ്റ് മാനുഫാക്ചർ ചെയ്യുക എന്ന്. വളരെ സിമ്പിളായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോസസ്സൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. എങ്ങനെയാണ് സിമൻറ്റ് ഉണ്ടാക്കുക ചോദിച്ചാൽ നമ്മൾ ലൈം സ്റ്റോണും അതുപോലെ ക്ലേയും. ലൈം സ്റ്റോൺ എന്താ ലൈം സ്റ്റോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ലൈം സ്റ്റോൺ എന്ന് പറഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് ആണ്. ഈ കാൽഷ്യം കാർബണേറ്റും ക്ലേയും ഒരു റൊട്ടേറ്ററി കിന്നിൽ വെച്ച് നന്നായിട്ട് ഹൈ ടെമ്പറേച്ചർ അങ്ങ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. അതിലേക്ക് ലൈം സ്റ്റോണും ക്ലേയും ഇട്ട് നന്നായി ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോൾ കാൽഷ്യം കാർബണേറ്റ് എന്തായിട്ട് മാറും? CaO ആയിട്ട് ഡിക്കമ്പോസ് ചെയ്യും. അങ്ങനെ കാൽഷ്യം ഓക്സൈഡ് ക്ലേയുമായി കമ്പൈൻ ചെയ്ത് നോക്കൂ, ഡൈ കാൽഷ്യം സിലിക്കേറ്റ്. എന്നാൽ സിലിക്കേറ്റ് കിട്ടിയ നമുക്ക് ഈ ക്ലേയിലുണ്ട് അല്ലേ, അവിടെ ഡൈ കാൽഷ്യം സിലിക്കേറ്റുകൾ അല്ലെങ്കിൽ ട്രൈ കാൽഷ്യം സിലിക്കേറ്റുകൾ അതുപോലെ ട്രൈ കാൽഷ്യം അലുമിനേറ്റുകളൊക്കെ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലൈം സ്റ്റോണും ക്ലേയും റൊട്ടേറ്ററി കിന്നിൽ വെച്ച് ഹീറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഹാർഡ് മാസായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് ചെറിയ കുഞ്ഞി ബോളുകളായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് കാണാൻ പറ്റും. നമ്മൾ അതിനെ സിമൻറ്റ് ക്ലിങ്കർ എന്നാണ് പറയുന്നത്. സിമൻറ്റ് ക്ലിങ്കർ എന്ന് പറയുന്നു. ഈ സിമൻറ്റ് ക്ലിങ്കറിനെ നന്നായിട്ട് ഫൈനലി പൗഡറാക്കി മാറ്റും. എന്നിട്ട് അതിൻ്റെ കൂടെ ജിപ്സവും ചേർത്തിട്ടാണ് സിമൻറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഏതാണ് റോ മെറ്റീരിയൽ, എന്താണ് സിമൻറ്റ് ഉണ്ടാക്കുമ്പോൾ എന്താണ് അവിടെ ഫോം ചെയ്യുന്നത്? ഡൈകാൽഷ്യം സിലിക്കേറ്റ്, ട്രൈകാൽഷ്യം സിലിക്കേറ്റ്, ട്രൈകാൽഷ്യം അലുമിനേറ്റുകളൊക്കെ ഫോം ചെയ്യും. അപ്പോൾ നമുക്കൊരു ഹാർഡ് മാസാണ് കിട്ടുക. നമ്മൾ അതിനെ ഫൈൻ പൗഡർ ചെയ്യുന്നു. എന്നിട്ട് അതിൽ ജിപ്സം ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സിമൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത്രയും ഓർമ്മിക്കാം. പിന്നെ നിങ്ങൾക്ക് അറിയാം നമ്മൾ സിമൻറ്റ് വളരെ ഫൈൻ പൗഡറാണ്. അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ സിമൻറ്റ് തേക്കുന്നത്, നമുക്കറിയാം. അതിലെന്താണ് ജിപ്സത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമുക്കറിയാം സിമൻറ്റിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അത് ഹാർഡായിട്ട് മാറുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ സിമൻറ്റ് വെള്ളം ഒഴിക്കുന്ന ഉടനെ തന്നെ അത് ഹാർഡായി കഴിഞ്ഞാൽ നമുക്കത് തേക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ വിചാരിച്ച ഷേപ്പിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ സെറ്റിംഗ് ടൈം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, സിമൻറ്റ് സെറ്റ് ചെയ്യുന്ന സമയം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ജിപ്സം ആഡ് ചെയ്യുന്നത്. പരീക്ഷയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ജിപ്സം ഡ്യൂറിങ് ദ മാനുഫാക്ചർ ഓഫ് സിമൻറ്റ്. അപ്പോൾ സെറ്റിംഗ് ടൈം ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജിപ്സം ആഡ് ചെയ്യുന്നത്. എന്താ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിക്കുമ്പോൾ അവിടെ മോളിക്കുലർ റീ അറേഞ്ച്മെൻറ്റ് നടക്കുന്നുണ്ട്. നമ്മൾ അതിനെയാണ് സെറ്റിംഗ് എന്ന് പറയുന്നത്. വെള്ളം ഒഴിക്കുന്ന സമയത്ത് അവിടെ മോളിക്യൂൾസ് ചില റീ അറേഞ്ച്മെൻറ്റ് നടക്കുന്നുണ്ട്. നമ്മൾ അതിനെയാണ് എന്ത് പറയുന്നത്, സെറ്റിംഗ് ഓഫ് സിമൻറ്റ് എന്ന് പറയുന്നത്. ഹാർഡ് മാസായിട്ട് മാറും. അപ്പോൾ ആ സെറ്റിംഗ് ടൈം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്, ജിപ്സം ആഡ് ചെയ്യുന്നത്. ആ പോയിന്റ് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയാണ് നമ്മുടെ ഫോക്കസ് പോയിന്റിൽ എസ് ബ്ലോക്കിൽ പറ്റി പഠിക്കാനുള്ളൂ. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കുക. കാൽഷ്യത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ടുകൾ ഏതൊക്കെയാണ്, ഓരോന്നിൻ്റെ പ്രിപ്പറേഷൻ, അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി, ഫിസിക്കൽ പ്രോപ്പർട്ടി, യൂസസ് എന്തൊക്കെയാണെന്ന് പഠിക്കാം. പിന്നെ നിങ്ങൾ സിമൻറ്റ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് നോക്കിയാൽ മതി. അതിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഇതിൻ്റെ കാൽഷ്യം ഓക്സൈഡ്, അതിൻ്റെ കോമൺ നെയിം എന്താണ്? ഓരോന്നിൻ്റെയും കോമൺ നെയിം വൃത്തിയായിട്ട് പഠിച്ചു വെക്കണം. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണെങ്കിൽ CaSO4 ½ ജിപ്സം ആണെങ്കിൽ CaSO4 2H2O ആണ്. വെറും CaSO4 ആണെങ്കിൽ ഡെഡ് ബേൺ പ്ലാസ്റ്റർ ആണ് എന്ന് ഓർമ്മിക്കാം. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ എസ് ബ്ലോക്ക് എലിമെൻറ്റ്സ് എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയി.
എല്ലാവരും നന്നായി പഠിക്കാം. ഓക്കെ, താങ്ക് യു.